നമസ്കാരം. ഈ ഫോട്ടോയിൽ കാണുന്ന മൂത്ത കുരങ്ങൻ ഇവൻ്റെ ശരിക്കുള്ള പേര് ആസാരി സുന്ദരി ഉസ്തു എന്നാണ്. ആസാരി സുന്ദരി ഉസ്തു, ആലപ്പിക്കാരൻ. ഇവൻ കുറേ കാലമായിട്ട് ഇവൻ്റെ വർഗത്തിൻ്റെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, മൂട്ടിൽ കൂടിയുള്ള പരിപാടി, മുമ്പിൽ കൂടിയല്ല, മൂട്ടിൽ കൂടിയുള്ള പരിപാടി, വെളിച്ചെണ്ണ, അതുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ്റെ പ്രസ്താവനകളിലുള്ള 100% ഹിന്ദുക്കളോടുള്ള ഉപദേശമാണ്. ഇവൻ ആ ഉപദേശത്തിലൂടെ ഒളിച്ചു കടത്തുന്നത് അധിക്ഷേപങ്ങളാണ് കേട്ടോ. ഇവൻ്റെ ഈ കുരങ്ങിൻ്റെ ശരീരത്തിലുള്ള ഒരു രോമകൂപത്തിലും ഹൈന്ദവ സ്നേഹമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല ഹൈന്ദവർക്ക്. ഇവൻ ഓരോ പ്രസ്താവന ഇറക്കുമ്പോഴും അതിലൊരു മുൻകൂർ ജാമ്യം എടുക്കലുണ്ട്. ഞാൻ ഈ പറയുന്നത് നല്ലവരായിട്ടുള്ള ഹിന്ദു സഹോദരന്മാരുടെ, ഈ ഹിന്ദു സഹോദരൻ, മുസ്ലിം സഹോദരൻ, ക്രിസ്ത്യൻ സഹോദരൻ എന്ന് കേൾക്കുന്നത് എനിക്ക് അറപ്പാണ്. അത് നല്ല ഭാഷയല്ല. നമ്മളിപ്പോൾ ഏതൊരു വഴി കൂടെ നമ്മളുടെ കൂട്ടുകാർ പോകുമ്പോൾ എന്നല്ലേ വിളിക്കാറ്, അല്ലെ പ്രായത്തിൽ കുറഞ്ഞൊരു പെൺകുട്ടിയോ എന്നാൽ നമ്മൾ വിളിക്കുക. നമ്മൾ ആ കുട്ടിയെ സഹോദരി, അല്ലെങ്കിൽ ഒരു മുസ്ലിം പോണ സമയത്ത് നമ്മൾ പോണമെന്ന് വിളിക്കും. കൂട്ടുകാരാണെങ്കിൽ അപ്പോൾ സഹോദര എന്ന് വിളിക്കാറുണ്ടോ? മനസ്സിലാ സ്നേഹമൊന്നുമില്ല. അതാണ് നമ്മളുടെ ഹിന്ദു സഹോദരൻ, മുസ്ലിം സഹോദരൻ, വൃത്തികെട്ട ഭാഷയത്. ആ ഭാഷയിലൂടെ അറിയാൻ പറ്റും അവരുടെ മനസ്സിലെന്താ ഇരിപ്പെന്ന്. കള്ളത്തരമാണത്. ഇവന് മുൻകൂർ ജാമ്യം എടുക്കലുണ്ട്. നല്ലവരായിട്ടുള്ള ഹിന്ദു സഹോദരന്മാരോടാണ് എന്ന് പറഞ്ഞിട്ട്, അതായത് കെട്ട സഹോദരന്മാർ അപ്പുറത്തുണ്ട് എന്നർത്ഥം. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, ഇവൻ്റെ വരുതിക്ക് നിൽക്കാത്തവർ, കാര്യം കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് അത് അതുപോലെ തന്നെ പ്രസ്താവിക്കുന്ന ആളുകൾ, അവനെ ഇവർക്ക് ഇഷ്ടമല്ല. അതാണ് ഇവൻ പറയുന്ന നല്ലവരല്ലാത്ത ഹിന്ദുക്കൾ. ഈ മൂത്ത കുരങ്ങിന് ഇപ്പോൾ ഒരുപാട് അനുചരന്മാരുണ്ട്. അതാണ് ഇവൻ്റെ ഊറ്റം. കാരണം മറ്റു പല ആൾക്കാരും അതിനകത്തുള്ള അന്തസ്വാഭിയാത്തിലുള്ള ആൾക്കാരേക്കും അവരുടെ മാന്യതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളായിട്ടാണ് അവർ സഹവസിക്കാറുള്ളൂ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേ അവർ സംസാരിക്കാറുള്ളൂ. ഇവൻ്റെ കയ്യിലുള്ള മുഴുവൻ ചൊക്ലി വിദ്യകളാണ്. അതാണല്ലോ ഈ മറ്റേ അടിമകൾക്ക് ഇഷ്ടം. അതാണല്ലോ ഇത്തരം പേപ്പട്ടി സാധനങ്ങൾക്ക് ഇഷ്ടം. അതാണല്ലോ ഇവനിടയ്ക്കിടയ്ക്ക് സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലും. സംസ്കൃത ശ്ലോകങ്ങൾ ഇവന് 16 ജന്മം ജനിച്ചാലും ഗീതയിലുള്ള ശ്ലോകം വളരെ സിമ്പിളാണ്. ഗീതയിലെ ശ്ലോകങ്ങൾ അത് ചെല്ലാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഉപനിഷത്ത് അവന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് പൊട്ടിപ്പോകും. ഇവൻ്റെ പോലത്തെ നമ്മൾ വഴിയരികിൽ, ഞാൻ കോളേജിലേക്കും പഠിക്കുന്ന സമയത്ത് വഴിയരികിൽ പുസ്തകങ്ങളുണ്ട് 10 രൂപയ്ക്ക്. അന്ന് എസ്.കെ. പൊറ്റക്കാരൻ്റെ ഒരു ദേശൻ്റെ കഥ അതിന് 10 രൂപയേ ഉള്ളൂ. പക്ഷേ ഇത് കുറിയ പുസ്തകങ്ങളാണ്. തന്നത് മതിയാളിയ, സ്റ്റെല്ല, അങ്ങനത്തെ പുസ്തകങ്ങളുണ്ട്. അത് പിള്ളേർ വട്ടിട്ട് ഓരോ രൂപ ഓരോ വട്ടിട്ട് എന്നിട്ട് ഒളിച്ചിരുന്ന വായിക്കുക. അത്രയേ ഉള്ളൂ ഇവൻ്റെ ഈ ഗ്രന്ഥം. ആയിവിടെ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അവൻ ബൃഹത് പ്രോഗ്രാമായിട്ടുള്ള വേദാന്തങ്ങളടക്കമുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നത്. അതിവന് 16 ജന്മം ജനിച്ചാലും പറ്റില്ല. പക്ഷേ ഇവൻ്റെ കൂട്ടത്തിലുള്ള ഈ കുട്ടിക്കുരങ്ങന്മാർക്ക് അത് വലിയ ഇഷ്ടം. അയ്യോ, നമ്മളുടെ ഉസ്താദ് എന്തുമാത്രം അറിവുള്ളവനാണ്. ഇവന് കാലത്ത് മുതൽ വൈകുന്നേരം വരെ തെണ്ടിപ്പിള്ളേരെ പോലെ ഇന്ന് ട്രോളുന്നതാണ് ഇവൻ്റെ പരിപാടി. ഇവനൊരു കൂട്ടുകാരനുണ്ട് കേട്ടോ. ഇവനൊരു ഹിന്ദു സഹോദരൻ കൂട്ടുകാരുണ്ട്. മറ്റേ ഈ ലാപ്ടോപ്പും തൂക്കി പിടിച്ചു കൊടുത്താൽ വരില്ലേ, തലയിൽ പണ്ട് ഷെഡി കെട്ടിയിട്ടാവും വന്നിരുന്നത്. മറ്റേ TV ചാനൽ വന്നിട്ട് 30 സെക്കൻഡ് തരും, അല്ല 3 സെക്കൻഡ് തരുന്നോ മഞ്ഞൊരുത്തല്ല അവൻ പിന്നെ ഇവനും തമ്മിൽ അവിഹിത വീഴ്ചയാ. ആ ചക്രം കാണുമ്പോൾ അതും തോന്നും. ഒരു ഭയങ്കര സ്നേഹ, ഭയങ്കര പ്രേമ, ഭയങ്കര പ്രണയ. അതെന്തിനായിക്കോട്ടെ.
ഇവൻ കുറേ ചൊക്ലിത്തരങ്ങൾ പറയും. അത് കേൾക്കുന്ന കുറേ ചൊക്ലിപ്പട്ടികൾ ഇവന് വേണ്ടി കുരയ്ക്കും. ഈ ചൊക്ലിത്തരങ്ങൾ കാണുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഇതിനൊരു അന്ത്യമുണ്ടാകുമെന്ന്. ഇപ്പോൾ ആ അന്ത്യത്തിന് ആദ്യം സംഭവിച്ചിരിക്കുകയാണ്, അവസാനത്തിൻ്റെ തുടക്കമായിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഉറാവുമുട്ടാൻ്റെ, ഈ കാട്ടുകുരങ്ങൻ്റെ ഫോട്ടോ കൊടുത്തപ്പോൾ, അതിലൊരു വെള്ള തലയെക്കെട്ടും കണ്ടപ്പോൾ, ഈ ചൊക്ലിയുടെയും ഈ ചൊക്ലിയുടെ കൂട്ടുകാരായിട്ടുള്ള മറ്റ് ചൊക്ലിപ്പട്ടികളുടെയും തലയ്ക്ക് വട്ടുപിടിച്ചിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതല്ല അത്. ആശയങ്ങൾ കൊണ്ട് നിനക്കൊക്കെ എന്ത് കോണോത്തിലെ ആശയം നിനക്കൊക്കെ ഉള്ളത്? കുറേ യുദ്ധകഥകൾ പറയുന്നതോ? അവിടെ തല്ലി ഞങ്ങൾ കുറച്ച് ആൾക്കാരെ എന്നുള്ളൂ, അവിടെ കുറേ ആൾക്കാരെ കൊന്നു, ഇവിടെ കുറേ ആൾക്കാരെ കൊന്നു, അവിടെ കുറേ ആൾക്കാരെ കൊന്നു, ഇവിടെ കുറേ ആൾക്കാരെ കൊന്നു, പിന്നെ ഇവരെ കൊന്നു, അവരെ കൊന്നു. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? ആയുർവേദം ഉണ്ടോ? ആകാശത്തെ നക്ഷത്രവേദങ്ങളുണ്ടോ? ജ്യോതിശാസ്ത്രമുണ്ടോ? നാളെ എടുത്ത് പറഞ്ഞ പൂജ്യം കണ്ടുപിടിച്ചു എന്ന്. പൂജ്യം കണ്ടുപിടിച്ച സമയത്ത് ഇവന്മാർ ഈ വർഗം തന്നെയില്ല. അപ്പം ഇതെല്ലാം ആയിക്കോട് ഇവിടെ 22 പേരുള്ളൊരു ഭരണം കിട്ടിയതിൻ്റെ തിമർപ്പാണ് ഇവനൊക്കെയും കാണിക്കുന്നത്. അതിൻ്റെ പേരിൽ തിമർപ്പ്. ഇപ്പോൾ ഇവൻ സർവസ്വമാണ്, ബാക്കി എല്ലാവരും വിഡ്ഢികൾ. അവിടെയും ഇവിടെയും ശവം കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ പച്ചത്തുണിയും വിരിച്ച് അവിടെയൊക്കെ ആരാധനയാണ്. അജ്മീറിൽ എന്താ സംഭവിക്കുന്നത്? തമിഴ്നാട്ടിലുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. എന്നിട്ട് ഒരു ഏകദൈവവിശ്വാസി അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾ മാത്രമാണ്. പക്ഷേ അവിടെയുള്ള സാധാരണക്കാർക്ക് ആ വഴി മാർഗത്തോടെ പോകാൻ, എനിക്കിപ്പോൾ ഡൽഹിയിൽ പോകണമെങ്കിൽ ഡൽഹിയിലാണ് ഞാൻ പിന്നെ പോകേണ്ട ആവശ്യമില്ലല്ലോ, എത്തണമല്ലോ. അതിന് വഴിയും മാർഗങ്ങളും ഉണ്ട്. അതാണ് ദേവതാ സ്വരൂപങ്ങൾ. അതൊന്നും ദൈവങ്ങളല്ല, ദേവതാ സ്വരൂപങ്ങൾ മാത്രമാണ്, ദൈവമല്ല. ബ്രഹ്മതത്വം, ആ തത്വം മാത്രമാണ് പരമദൈവതം. അതെല്ലാത്തിനും കുടികൊള്ളുന്നു. ബ്രഹ്മസത്യം, ജഗത്തൊക്കെ മിഥ്യയാണ്, ഇത് മാത്രമേ സത്യമുള്ളൂ. ഓൺലി ഗോഡ് സിസ്റ്റം. അതിനെക്കുറിച്ചും പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇവരിങ്ങനെ മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ റോഡ് തണ്ടികളായിട്ടുള്ള പിള്ളേരാണ് ഇപ്പോൾ ഖുറാനൊക്കെ എടുത്ത് വിളയാടുന്നത്. ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കണതൊക്കെ വാസ്തവത്തിൽ. ഏതായാലും ആശയങ്ങൾ കൊണ്ട് നേരിടണം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ചിരിച്ചു ആ വാക്ക് കേട്ടിട്ട്. ഇവനൊക്കെ എന്താ ആശയം? അമ്മയെയും പെങ്ങളെയും ഇഹലോകത്ത് വെച്ച് അവരുമായിട്ട് സംഭവം നടത്താൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് അവിടെ ചെല്ലുമ്പോൾ സംഭവം നടത്താൻ പറ്റും, വിഷമിക്കേണ്ട കേട്ടോ എന്ന്. അല്ല, ഇനി അവിടെ ചെന്നാൽ സംഭവം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് സംശയമുണ്ട്, ഇവിടെ വെച്ച് തന്നെ പടിയൊപ്പിച്ചോളാൻ. ഇങ്ങനെയൊക്കെയും പറയുന്നത് വരെ കേട്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അതുവരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഇത് മാത്രം, പെണ്ണ് കൃഷിഭൂമിയാണ്, അവൾ ഇങ്ങനെ ചെയ്യാം, അവൾ അങ്ങനെ ചെയ്യാം, അവളിങ്ങനെ ചെയ്യരുത്, ഇവളിങ്ങനെ ചെയ്യരുത്, അവളെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും വീട്ടുകൾക്ക് പറയട്ടെ. കുറേ യുദ്ധകഥകളും പിന്നെ കുറേ ഈ പറയുന്ന സംഭോഗ കഥകളും, ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു ഫോട്ടോ ഞാൻ കൊണ്ട്, അവസാനത്തെ മുസ്ലിം, അവൻ ഒരു കയ്യിൽ വാൾ പിടിച്ചിട്ടുണ്ട്, വേറെ കയ്യിലും വാൾ പിടിച്ചിട്ടുണ്ട്. ആ വാൾ കൊണ്ട് അവൻ തമ്മിൽ അടികൂടുകയാണ്. അവസാനത്തെ മുസ്ലിമിൻ്റെ കയ്യിൽ വാള്, പെണ്ണും. അതാണ് അത് മാത്രമേ ഉള്ളൂ അവന്. എപ്പോഴെങ്കിലും പച്ചത്രി ഗുണ്ടായുസമല്ലാതെ ഈ മറ്റെന്തെങ്കിലും ഈ മദ്രസ പേപ്പട്ടികൾ തങ്ങളുടെ നിലപാടായിട്ട് കാണിച്ചിട്ടുണ്ടോ? തങ്ങളുടെ ആശയങ്ങളാണ് കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയുന്ന ഈ ഒരു കാര്യം ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ ആശയത്തെ ഇവരെങ്ങനെ നേരിടറിയോ? നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ തന്ത, നിൻ്റെ തള്ള, നിൻ്റെ പെങ്ങള്, നിൻ്റെ അമ്മ, ഇതല്ലാണ്ട് ഇവർക്ക് വല്ല ഇതാണോടാ ആശ്രയമം? എടാ പേപ്പട്ടികളെ, എടാ അസാരി, സുന്ദരി, ഉസ്താദ് ആലപ്പി, ഇതാണോടാ നിൻ്റെയൊക്കെ ആശയം? ഇതാണോടാ നിൻ്റെയൊക്കെ ആശയം? അമ്മയ്ക്ക് വിളിക്കലും, തന്തയ്ക്ക് വിളിക്കലും, തള്ളയ്ക്ക് വിളിക്കലും, പെങ്ങൾക്ക് വിളിക്കലും, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ചുരുട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഏതായാലും സോഷ്യൽ മീഡിയ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അത് ആരുപയോഗിച്ചാലും അപരന് അപകടമാണ്.
വളരെയധികം സഹിഷ്ണുത ഏറെയുള്ള ഹൈന്ദവരെ ആ വാളെടുത്ത് നിങ്ങൾ ഒരുപാട് ആ വാളെടുത്ത് വെട്ടിയിട്ടുണ്ട്. പക്ഷെ തിരിച്ച് അവരൊരിക്കലും ആ വാൾ ഏറ്റെടുത്തിട്ടില്ല. അവർക്കറിയാം അതെടുത്താൽ അവർക്കും അപകടമാണ്, സമയം വെറുതെ കളയല്ലേ. അവർക്ക് പാണ്ഡവരുടെയും കൃഷ്ണൻ്റെയും പക്ഷമാണുള്ളത്. യുദ്ധക്കളത്തിൽ വന്നിട്ട് പോലും യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച അർജുനൻ, ഈ യുദ്ധം എനിക്ക് വേണ്ട കൃഷ്ണ, ഈ യുദ്ധത്തിൽ നിന്നുള്ള ഭൂമി അതെനിക്ക് വേണ്ട കൃഷ്ണ എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞ് അവിടെ തൻ്റെ ആയുധം പോലും താഴെ വെച്ച അർജുനനാണ് ഞങ്ങളുടെ റോൾ മോഡൽ. കാഫറുകൾ എവിടെ വെച്ച് കണ്ടാലും തലവെട്ടിക്കളയെന്ന് പറയുന്ന പേപ്പട്ടി മതത്തിൽപ്പെട്ട ആൾക്കാരല്ല ഞങ്ങൾ. എന്നിട്ടും സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചു. സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദൂതുപോയി അദ്ദേഹത്തെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ചു, എന്നിട്ടും സഹിച്ചു. സൂചി കുത്താൻ ഇടം കൊടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ മോഹൻലാൽ ഏതോ സിനിമയിൽ പറയുന്നത് പൂശടാ മക്കളെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പൂശിയത്. അവസാനം എന്തായി? കൗരവന്മാർ അവസാനം ദുര്യോധനൻ തന്നെ വീട് കിടന്ന് പെടയാണ്. അപ്പോഴാണ് പാടിയത് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, നിറച്ച് വിധവകൾ അവരുടെ കരച്ചിൽ. സ്ത്രീകളാണല്ലോ എല്ലാം അനുഭവിക്കുന്നത്, അവരാച്ച നിരപരാധികളും. ഇതൊക്കെ നിന്നെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എല്ലാത്തിനൊരു പരിധിയുണ്ടല്ലോ. സഹിക്കാവുന്നതിലപ്പുറം നമ്മുടെ ഹിന്ദുക്കൾ സഹിച്ചു കഴിഞ്ഞു. പക്ഷെ എല്ലാത്തിനൊരു പരിമിതിയുണ്ടല്ലോ. ക്ഷമയ്ക്കുമുണ്ടൊരു പരിധി, സഹിക്കുന്നതിനും ഒരു പരിധി. ഈ കാട്ടുകുരങ്ങൻ്റെ ഫോട്ടോയും കാണിച്ച് കാട്ടുകുരങ്ങൻ്റെ ഫോട്ടോ ആണ് കാണിച്ചു. ഇപ്പോൾ ഇവൻ പറഞ്ഞു ഇവൻ്റെയാണെന്ന്. ഇവൻ്റെ ആൾക്കാരും പറഞ്ഞു ഇവൻ്റെയാണത്രേ. എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇവൻ്റെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിലവിളിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ആശയം കൊണ്ടല്ലേ നേരിടേണ്ടത്. നീ നിൻ്റെ പച്ചത്തിരി കൊണ്ടായി സാധ്യം നിർത്ത്. നിനക്ക് എന്തെങ്കിലും ആശയമുണ്ടെങ്കിൽ ആശയം പറ. ഇത് ഹിന്ദുസ്ഥാനമാണ്, ഭാരതഭൂമിയാണ്. നിങ്ങൾക്ക് ആശയം പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ആശയമായിരിക്കണം. നമ്മളെ മലബാറിലെ മൊഞ്ചത്തി പെൺകുട്ടികൾ അവരുടെ പ്രവൃത്തിയിലൂടെ ഇവരുടെ എല്ലാം പള്ളം നിറച്ചു കൊടുത്തതാണ്. അവരുടെ വിസർജ്യത്തിലൂടെ ഓണാഘോഷം സംബന്ധിയായ ആ പ്രവൃത്തി, ആ മൊഞ്ചത്തികളുടെ പ്രവൃത്തി ഇവരുടെ സമനില തെറ്റിച്ചിരിക്കുകയാണ്. ഇനി ഇവരൊന്ന് സ്വയം അനലൈസ് ചെയ്യണം. ഈ തലയെക്കെട്ടും കെട്ടിയിരിക്കുന്ന ഇവർക്ക് എന്ത് സ്ഥാനമുണ്ട്, എവിടെയാണ് ശൂന്യ സ്ഥലമുള്ളത് ഇസ്ലാമിനകത്ത്, മുസ്ലിങ്ങൾക്കകത്ത്? അവർ സ്വയം നിരീക്ഷണം നടത്തണം. ഇനി അവരാരും വില വയ്ക്കുന്നില്ല. പച്ചത്തെറിയാണ് പെൺകുട്ടികൾ പറയുന്നത്. അതേ ഇവർക്ക് പറ്റുള്ളൂ. നമ്മൾ ആനയെ വാങ്ങിച്ചിട്ട് ഇടത്തോട്ട് തിരിയുമോ ആനെ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വലത്തോട്ട് തിരിയുമോ ആനെ, കീപ്പ് ലെഫ്റ്റ് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കണ്ടോ? ഇടത്ത് വരി ആനയെന്ന് പറയണം. അതിനൊരു ശൈലിയുണ്ട്. അപ്പോൾ ഇവനോടൊക്കെ ഇതേ പറ്റൂ. പച്ചത്തെറി തന്നെ പറ്റുള്ളൂ. പച്ചത്തെറി ഗുണ്ടായിസം. പെൺകുട്ടികൾ വരെ, മൊഞ്ചത്തികളായിട്ടുള്ള മറ്റേ ഹിജാബിട്ട പെൺകുട്ടികൾ വരെ ഇവനുള്ളത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. വായിൽ കൊടുക്കുന്നുണ്ട്, അണ്ണാക്കിൽ തിരികെ കൊടുക്കുന്നുണ്ട്, പള്ള നിറച്ചു കൊടുക്കുന്നുണ്ട്. സംഖ്യകളും കൃസംഖ്യകളുമാണ് ആ പെൺകുട്ടികളുടെ ഓണാഘോഷത്തിൻ്റെ പുറകിലുള്ള ആസൂത്രകരെന്ന് പറയാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഈ മൂത്ത കുരങ്ങൻ പറയുന്നു, ആ കുരങ്ങൻ്റെ അനുയായി വൃന്ദവും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടികളെയും പഠിപ്പുള്ള കുട്ടികളാണ്. പണ്ടത്തെ പോലെ 2-3 മദ്രസ ക്ലാസ്സും പഠിച്ചിട്ട് പിന്നെ അപ്പോൾ 6-ാം വയസ്സിൽ കല്യാണം കഴിച്ചു 10 പെറ്റ് 16 പെറ്റ് ചാളപാളമാകുന്ന പെൺകുട്ടികളല്ല ഉള്ളത്. IAS കാര്യങ്ങളുണ്ട്, IPS കാര്യങ്ങളുണ്ട്, ഡോക്ടർമാരുണ്ട്, എൻജിനീയർമാരുണ്ട്. ഞാൻ ഒരിക്കൽ പറയണ്ടായി, ഒരിക്കൽ
സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി, വടക്ക് ഭാഗത്ത് നിന്ന് ഞാൻ ഷൊർണൂർക്ക് വരുന്ന സമയത്ത് അതിനുണ്ടായൊരു പെൺകുട്ടി. ആ പെൺകുട്ടി കയറി ഉടനെ എൻ്റെ മുഖത്ത് ചിരിച്ചു. ഞാൻ ചോദിച്ചതേ ഈ പെൺകുട്ടി എന്താ എൻ്റെ മുഖത്ത്, അതായത് കടഞ്ഞെടുത്തൊരു പ്രകൃതം, സ്വർഗത്തിന് ഇറങ്ങി വന്ന പോലെ. സ്വാമിയാണല്ലേ? അതെ. പിന്നെ ചോദ്യ ശരങ്ങളാണ്, ഉപനിഷത്തിനെ കുറിച്ചും ഗീതയെക്കുറിച്ചും ഈ ചോദ്യ ശരങ്ങളാണ്. സൂക്ഷിച്ച് മറുപടി പറയേണ്ടി വന്നു. പക്ഷേ എൻ്റെ ഒരു സങ്കടം ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടി അവസാനം ഷൊർണൂർ ഇറങ്ങി പോകുമ്പോൾ അച്ഛനും അമ്മയും അവരുടെ അനുജനും ഉണ്ടായിരുന്നു. ഈ കുട്ടി MBBS പഠിച്ചുകൊണ്ടിരിക്കുക മറ്റേ കർണാടകത്തിൽ. ആ മോളുടെ പേരും ചോദിക്കാൻ മറന്നുപോയി, ഫോൺ നമ്പറും ചോദിക്കാൻ മറന്നുപോയി. അവരെന്നോടും ചോദിച്ചില്ല. ആ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുകയാണ്. അതൊരു പ്രതീകമാണ്, നമ്മളുടെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ പ്രതീകമാണ്. ആ കുട്ടി വളർന്നു, മാറി മുസ്ലിം സമുദായം മാറി. ഇന്നിപ്പോൾ ദുബായി പോയിട്ട് അറബികളുടെ ഷെയ്ഖുമാരായിട്ട് നിന്നിട്ട് അറബി പണി നടത്തി പൈസ ഉണ്ടാക്കുന്നവരാ. കാലം മാറി. പെൺകുട്ടികളൊക്കെ ഉയർന്നു പറക്കുകയാണ്. അതേ സമൂഹത്തിലുള്ള ആൺകുട്ടികളോ ദുബായ് 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 ദുബായ്. ആ പെൺകുട്ടികളോട് കിടപിടിക്കാൻ ഇവർക്ക് കഴിയില്ല. അവർക്ക് ആരും ആസൂത്രകരായിട്ട് മൂട്ടിൽ തട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. സംഘികളും കൃസംഘികളും നമ്മുടെ മൂട്ടിൽ തട്ടിക്കൊടുത്തോണ്ട് അവർ പറഞ്ഞ പോലെ ഒന്നും അനുസരിക്കാനും പോകുന്നില്ല. ഏതായാലും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഹിന്ദുവിനെ എടുത്തിട്ട് അമ്മാനമാടുകയാണ് ഈ മൂത്ത കുരങ്ങനും അവൻ്റെ കൂട്ടത്തിലുള്ള പേപ്പട്ടികളും. ഈ ആസാരി സുന്ദരി ഉസ്തു ആലപ്പുഴ എന്ന കാട്ടുകുരങ്ങ് ഇന്ന് അവരെ വിശുദ്ധ ഖുറാനിൽ നിന്ന് ഒരു വരി ഉദ്ധരിച്ച് അർത്ഥം പറയുന്നത് കേട്ടിട്ടില്ല. അവനത് ഇഷ്ടമല്ല. അവന് ഹിന്ദു ജനതയെ അവഹേളിക്കണം. നിനക്ക് കഴിയില്ലടാ നായേ. അവരെന്നേ ഉള്ളവരാണ്, എന്തെല്ലാം സഹിച്ചവരാണ്. ഇവിടെ 400 വർഷം കൊള്ളക്കാർ ഭരിച്ചു, മുഗളന്മാർ ഭരിച്ചു. എന്നിട്ട് ഇവർക്ക് വല്ലതും പറ്റിയോ? കാരണം പറ്റാൻ വേണ്ടിയിട്ട് അവരൊന്നും കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ടില്ല തകർക്കാൻ. അവരുടെ ഹൈന്ദവ തത്വങ്ങൾ അവരുടെ മനസ്സിലാവുള്ളത്, അതവിടെ തന്നെ നിലനിൽക്കും. ഏതായാലും അവൻ്റെ ടാർഗറ്റ്, അവന് വേദിക്കുവാനുള്ള ലക്ഷ്യം അത് ഹിന്ദുക്കളാണ്, ഹിന്ദു ആചാര്യന്മാരാണ്, ഹിന്ദു ആശയങ്ങളാണ്, സനാതന ധർമ്മ പദ്ധതിയാണ്. അവനവൻ്റെ ആൾക്കാർ കൂട്ടമായിട്ട് വന്നിട്ടാണ് കടന്നലുകളെ പോലെ ഹിന്ദുക്കളെ നോവിച്ചു കൊണ്ടിരുന്നിരുന്നത്. ഹിന്ദു പാവങ്ങൾക്ക് ഒരുപാട് കടിയേറ്റു, അവർക്ക് ഒരുപാട് നൊന്തുപോയിട്ടുണ്ട്. അവരും മനുഷ്യന്മാരാണല്ലോ. ഇവരേതെങ്കിലും ഒരു ഹിന്ദു എവിടെയും രോഗം മൂലം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് സഹായത്തിൻ്റെ രൂപത്തിൽ പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് മധ്യസ്ഥനായി നിന്ന് വാങ്ങിച്ച് ഏർപ്പാട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ആ ഹിന്ദു കുടുംബത്തെ അവൻ അധിക്ഷേപിക്കും. ഞാൻ കാരണം കൊണ്ടാണ് ആ നാറികൾ ഇത്രയും ജീവിച്ചിരുന്നത് എന്നുവരവൻ പറയും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പിന്നീട് ഇവൻ്റെ കയ്യിൽ നിന്ന് അല്പസ്വല്പം സഹായം ഏറ്റുവാങ്ങിയേ അവരെ അവൻ തീട്ടം തെറ്റിക്കും. ഇവനാണോ ഇസ്ലാം അനുസന്ധാനം ചെയ്യുന്നവൻ? എന്തായാലും കാളസർപ്പത്തിൻ്റെ കടിയേൽക്കുമ്പോഴും ഹിന്ദുക്കൾ ഉള്ളിൽ ഞെരിപിരി കൊള്ളുമ്പോഴും പുറത്തത് കാണിക്കാറില്ല, എല്ലാം സഹിക്കാറാണ് പതിവ്. ബഹുദേവതാവാദം പറഞ്ഞ് കളിയാക്കും, ബഹുജാതിവാദം പറഞ്ഞ് കളിയാക്കും. അറബികളുടെ നാട്ടിൽ പോയിട്ട് അറബികളുടെ വിസർജ്യം ഭുജിച്ച് ജീവിക്കുന്നവരെന്ന് പറഞ്ഞ് കളിയാക്കും. ഇവിടെ മലയോളം അധിക്ഷേപങ്ങൾ ഹിന്ദുക്കൾ സഹിച്ചിട്ടുണ്ട്. ഇവനിൽ നിന്ന് ഇപ്പോൾ ഒരു കുന്നിക്കുരു മലയോളം അധിക്ഷേപങ്ങൾ ഹിന്ദുക്കൾ സഹിച്ചിട്ടുണ്ട്. ഈ മൂത്ത കുരങ്ങനിൽ നിന്ന്, ഈ ആസാരി സുന്ദരിയിൽ നിന്ന്. ഇപ്പോൾ ഒരു കുന്നിക്കുരുവിൻ്റെ അധിക്ഷേപം അഥവാ അപഹസിക്കുന്നത് ഒരു കുരങ്ങൻ്റെ പടത്തിൻ്റെ രൂപത്തിൽ വന്നപ്പോൾ സഹിക്കാൻ കഴിയണില്ല, പൊട്ടിക്കരച്ചിലാണ്. ഞാൻ പറയാറുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ തട്ടി ഉണർത്തുന്ന പന്നിയുടെ പോലെ ആവരുതെന്ന്. ഇവരിപ്പോൾ അതാണ് കാണിച്ചത്. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ തട്ടി ഉണർത്തിയ പന്നിയുടെ സ്വഭാവമാണ് ഈ പേപ്പട്ടികൾ കാണിച്ചത്. ഇപ്പൊ പന്നിക്ക് കടിയേക്കാൻ തുടങ്ങി.
ഇപ്പോൾ പന്നികൾക്ക് കടിയേൽക്കാൻ തുടങ്ങി. ഇപ്പം കരച്ചിലോട് കരച്ചിലാണ്. ചോദിച്ചു വാങ്ങിയതല്ലേടോ സുന്ദരി, ചോദിച്ചു വാങ്ങിയതല്ലേടോ ആസാരി സുന്ദരി ഉസ്തു ആലപ്പുഴ നീ. ഇവൻ്റെ ആളുകൾ സാക്ഷാൽ നരേന്ദ്രമോദിയുടെയും അതുപോലെ സവർക്കറുടെയും വി.ഡി. സവർക്കറുടെയും എന്തിനേറെ RSS സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗവാറിൻ്റെയും ഡോക്ടർ ജിയുടെയും അതുപോലെ തന്നെ ഗുരുജി ഗോൾവാൾക്കറുടെയും അമിത്ഷായുടെയും യോഗിയുടെയും മോഹൻ ഭാഗവതിൻ്റെയും ഇങ്ങേറ്റം വന്നാൽ ആ ശശികല ടീച്ചർ എന്തെല്ലാം രൂപത്തിലാണ് വിഷപ്പല്ല് കാണിച്ചും വായക്കൂടെ ചോര ഒഴിക്കുന്നത് കാണിച്ചും എന്തെല്ലാം ഫോട്ടോകൾ വെച്ചിട്ട് നിങ്ങൾ അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്തെല്ലാം വൃത്തികേടുകളാണ് നാടിതുവരെയായിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്. അന്നൊക്കെ ഹൈന്ദവ ജനത എണ്ണുകയായിരുന്നു, 100 വരെ എണ്ണുകയായിരുന്നു. ശിശുപാലൻ്റെ അമ്മയോട് ശ്രീശം വാക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മകൻ എന്നെ അധിക്ഷേപിക്കും, 100 വട്ടം ഞാൻ ക്ഷമിക്കും. അത് കഴിഞ്ഞാൽ ഒരിക്കൽ വലിയ രൂപത്തിൽ പാണ്ഡവന്മാരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് അവർ വലിയൊരു പ്രസ്ഥാനവുമായിട്ട് വന്ന സമയത്ത് ശിശുപാലനെ അധിക്ഷേപിച്ചു, ശ്രീകൃഷ്ണനെ. അന്നവിടെ ഭീമനുണ്ടായിരുന്നു, ഭീമസേനൻ. അദ്ദേഹത്തിന് കലിയിളകി. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണൻ അനുജന, ഭഗവാനൊന്നും വിളിക്കാറില്ല, കൃഷ്ണ നിന്നെ അവനെ അവഹേളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് അവനെ തല തല്ലി പൊളിക്കട്ടെ, നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? ഞാൻ കേൾക്കുന്നുണ്ട് ഭീമൻ ചേട്ടാ, ഐ ആം കൗണ്ടിങ്, ഞാൻ എണ്ണുകയാണ്. അവസാനം 100 പ്രാവശ്യം അവഹേളിച്ചു. 101ാമത്തെ വട്ടം അവഹേളിക്കാൻ അവന് തലയുണ്ടായിരുന്നില്ല എന്നർത്ഥം. ഓർത്തുകൊള്ളുക, ഇതൊരു തുടക്കം മാത്രമാണ്. ഈ മൂത്ത കുരങ്ങനും അതിൻ്റെ അനുയായികൾ ഓർത്തുകൊള്ളുക, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും പലതും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതെന്തൊക്കെയാണെന്നല്ലേ കാശ്മീരിനെ കുറിച്ച് പഠിക്ക്, ഉത്തർപ്രദേശിനെ നോക്കി പഠിക്ക്. അവിടുത്തെ കാറ്റ് അധികം താമസിയാതെ കൊടുങ്കാറ്റായിട്ട് നിങ്ങളിങ്ങോട്ട് ക്ഷണിച്ചു വരുത്തും. അന്ന് നിങ്ങൾ പഠിക്കും, അന്നേ പഠിക്കൂ. അതിന് അധികം താമസമില്ല കേട്ടോ. നമസ്കാരം.